ഹലോ അസ്സലാമു അലൈക്കും. നോമ്പുള്ള ഒരു ദിവസം എങ്ങനെയാണ് 3 മണിക്ക് ശേഷം കിച്ചൺ എന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ നമുക്ക്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെള്ളം വെച്ചിട്ടോ. തണുത്ത വെള്ളം അല്ലാത്തൊരു പരിപാടിയല്ല. പിന്നെ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ നെയ്ച്ചോർക്ക് മീൻകറി പറ്റൂലല്ലോ അല്ലെ. എങ്ങനെയുണ്ട് തമാസ. അപ്പൊ ഏതായാലും ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവരെന്താ ഈ സ്കൂളിൽ പാത്രം പിടിച്ചിക്കണമാര് വരിക്ക് നിൽക്കണമെന്നുള്ളത്. നമ്മൾക്ക് ഭാഗം വെക്കാനുള്ളതാണ്. കാരണം എല്ലില്ലാത്തതും എല്ലുള്ളതും വലുതും ചെറുതുമായ പീസുകൾ നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. പല ആവശ്യങ്ങൾക്കുമാണ് ഈ ചിക്കൻ ഉപയോഗിക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത ചിക്കൻ നേരെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഭാഗം വെച്ചതിൽ കുറച്ച് ആൾക്കാർ അവിടെ കിടന്ന് തിളക്കുന്നുണ്ട്. അടുത്ത കുറച്ച് ആൾക്കാർ തിളക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നെയ്ച്ചോറിനുള്ളത് കുക്കറിൽ റെഡിയാക്കിയിട്ടുണ്ട്. അതല്ല ഞാൻ ആലോചിക്കുന്നത്. ആകെ ഒരു നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളൂ. എവിടുന്ന് അത്ര തോന്നെ പാത്രങ്ങൾ വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ നമ്മൾ സ്നാക്സിനുള്ള റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവും ശരിയാവൂല എന്ന് പറഞ്ഞമാതിരി ഇന്റത് ഏതായാലും ഫസ്റ്റത്തെ ശരിയായിട്ടില്ല കേട്ടോ. രണ്ടാമത്തെങ്കിലും ശരിയായാൽ മതിയെന്നു. അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം. ഒന്ന് കഞ്ഞി പാത്രം എന്ന് പറഞ്ഞപ്പോൾ പാത്രം നമുക്ക് കഞ്ഞി തന്നിട്ടുണ്ട്. എന്തായാലും രണ്ടാമത്തെ അറ്റംപ്റ്റ് ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നെയ്ച്ചോറിനുള്ള വെള്ളം തിളച്ചിട്ട് നമ്മൾ അത് കരി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഭാഗത്ത് ബത്തൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ജ്യൂസ് പരിപാടിയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും പാലില്ലാഞ്ഞിട്ടാണ് ഈ പാലിൽ വെള്ളം പറന്നുകൊണ്ട് കലക്കുന്നത്. അല്ല, എന്തായാലും ആ കവർ കഴുകണം. മറ്റേ ഹരിതകർമ്മസേന കൊണ്ടുപോകുമ്പോൾ. അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് കഴുകി വെള്ളത്തിക്കണം ഒഴിക്കാൻ വേസ്റ്റ് ആക്കണ്ടല്ലോ അല്ലേ. അപ്പൊ ഏതായാലും ബാക്കി ഒന്ന് കുറച്ച് വിപ്പിംഗ് ക്രീമിലും കുറച്ച് വെള്ളം പറഞ്ഞ് ഇളക്കിങ്ങാണ്ട് അതും പറഞ്ഞ് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മാങ്ങ. ഇനി ഇതിലോട്ട് പഞ്ചസാരയാണ് ആഡ് ചെയ്യേണ്ടത്. പഞ്ചസാര നമ്മൾ കുറച്ച് തോന ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം നമുക്ക് ഈ ഒരു ജഗ് നിറക്കേണ്ടതുണ്ട് കേട്ടോ ജ്യൂസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ 1, 2, 3, 4, 5 ഗ്ലാസ് വരെ നമുക്ക് വെള്ളം പാരാം. അപ്പൊ പിന്നെ എത്ര മധുരട്ടാലും കുഴപ്പമില്ല. അങ്ങനെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും മാങ്ങ കൊടുക്കാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ കേട്ടോ. നമ്മൾ ഭയങ്കര നീറ്റാണ് നമ്മുടെ കിച്ചണ്. ഒരു ഒച്ചയോ ബഹളോ ഇല്ല. ഇനി ഒന്ന് കണ്ടു നോക്ക്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധക്കളാണ് കേട്ടോ നമ്മുടെ കിച്ചണ്. കുറച്ചു നേരമൊക്കെ നമ്മുടെ പള്ളിയുടെ ബാങ്ക് കൊടുക്കാനായിട്ട് കാത്തുക്കും. പിന്നെ കൊടുക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ഏതെങ്കിലും ഒരു ബാങ്കിന് നമ്മൾ മറുപടി കൊടുത്തുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കൂട്ടോ. ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കൊയിപ്പാക്കൊക്കെ പിന്നെ എന്തായാലും ഞാൻ പിന്നെ എല്ലാ പള്ളിക്കും പോകാറുണ്ട്. കാരണം കണ്ട് ഏതൊക്കെയോ ബാങ്ക് കൊടുത്തേക്ക് ആൾ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും എണീറ്റ് പോയാലും ഞങ്ങൾ അവസാനം എണീക്കോട്ടോ. ഞാൻ അതുക്കും ലാസ്റ്റ് എണീക്കും. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.